ലയണൽ മെസ്സി കേരളത്തിൽ കളിക്കുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന ആരോപണം. പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്തെ വാഗ്ദാനം എന്തായെന്ന് ലീഗ്. ഒക്ടോബറിൽ അർജന്റീന ടീം വരുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. മന്ത്രി പി പ്രസാദിന്റെ വീടിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് വിളക്ക് കൊളുത്തി BJP. രാജ്ഭവനിലെ ചടങ്ങ് ബഹിഷ്കരിച്ചതിന് പ്രതിഷേധം. തടയാൻ ശ്രമിച്ച് CPI പ്രവർത്തകർ. ആലപ്പുഴ ചാരുമൂട്ടിലെ വീടിന് മുന്നിൽ സംഘർഷം. പത്തുപേരെ വിവാഹം കഴിച്ച് മുങ്ങി നടന്ന യുവതി 11ാം വിവാഹത്തിന് കുടുങ്ങി. എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശി രേഷ്മ പിടിയിലായത് തിരുവനന്തപുരം ആര്യനാട്. പിടിയിലായത് വിവാഹം കഴിക്കാനിരുന്ന പഞ്ചായത്ത് അംഗത്തിന്റെ പരാതിയിൽ. സിന്ധു നദീജല കരാറിനായി ഇന്ത്യയോട് വീണ്ടും അപേക്ഷിച്ച് പാകിസ്ഥാൻ. ഉടമ്പടിയെക്കുറിച്ച് ഇന്ത്യയുടെ ആശങ്ക പരിഹരിക്കാൻ തയ്യാറാണെന്നും കത്തിൽ അഭ്യർത്ഥന. താൽപര്യമില്ലെന്ന് ഇന്ത്യ. നടന്ന സൈനിക നടപടിയും ഏറെ പ്രശംസനീയമാണ്. അക്രമങ്ങൾക്കെതിരെ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടാണെന്ന് വിളിച്ചു പറയാൻ ഈ സൈനിക നടപടികൾക്കായി എന്നുള്ളതാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സൈനികർക്കും ആദരവോടുകൂടി നാം നന്ദി അർപ്പിക്കുകയാണ് സഹോദരങ്ങളെ. ത്യാഗത്തിന്റെ സ്മരണ പുതുക്കി ബലിപ്പെരുന്നാൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥനാ ചടങ്ങുകൾ. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചും ഓപ്പറേഷൻ സിന്ദൂറിനെ അഭിനന്ദിച്ചും പാളയം ഇമാം. നടൻ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസ്. FIR ഇട്ടത് ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ പരാതിയിൽ. പരാതി കൊടുത്തത് സ്ഥാപനത്തിൽ നിന്ന് 69 ലക്ഷം തട്ടിയ കേസിലെ പ്രതികൾ. സാമ്പത്തിക തട്ടിപ്പ് കണ്ടെത്തിയതിന്റെ പകരം വീട്ടിലെന്ന് കൃഷ്ണകുമാർ. തിരുവനന്തപുരം നഗരത്തിൽ TVS ഷോറൂമിൽ വൻ തീപിടുത്തം. സ്കൂട്ടറുകൾ കത്തി നശിച്ചു. തീപിടിച്ചത് പുലർച്ചെ 4 മണിയോടെ. ഷോർട്ട് സർക്യൂട്ട് എന്ന നിഗമനം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ലയണൽ മെസ്സി കേരളത്തിൽ കളിക്കുമെന്ന മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രഖ്യാപനമെന്ന് ആരോപണം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചൂടുള്ള ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ലയണൽ മെസ്സിയുടെ വരവ്. മെസ്സി ഒക്ടോബറിൽ കേരളത്തിൽ എത്തുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കി. എന്നാൽ മന്ത്രിയുടെ ഉറപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണെന്ന ആക്ഷേപം ശക്തമാക്കുകയാണ് മുസ്ലിം ലീഗ്. മെസ്സി വരും എന്നായിരുന്നു മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മെസ്സി ഒക്ടോബറിലെത്തുമെന്നും സ്പോൺസർമാർ തുക അടച്ചു കഴിഞ്ഞെന്നും സർക്കാരിന് യാതൊരു ബാധ്യതയുമില്ലെന്നും വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ഇന്ന് സ്പോൺസർ അവർക്ക് ആവശ്യമായ മാച്ച് ഫീ അയച്ചു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി മറ്റു തടസ്സങ്ങളൊന്നുമില്ല. ലോക ഫുട്ബോൾ രാജാക്കന്മാർ കേരളത്തിൽ വരുമ്പോൾ അവർക്ക് കേരളത്തിന്റെ അതിഥികളായിട്ടാണ് അവരെത്തുക. അവർക്ക് ആവശ്യമായുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് വി അബ്ദുറഹ്മാന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനമെന്നാണ് ഉയരുന്ന ആക്ഷേപം. മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ തന്നെ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ശക്തമാണ്. മന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ വ്യക്തത വരുത്തണമെന്ന് യൂത്ത് ലീഗും ആവശ്യപ്പെട്ടു. കായിക മന്ത്രി കേരളത്തിലെ മൊത്തം ഫുട്ബോൾ പ്രേമികരെ ട്രോളുകയാണോ എന്ന ഒരു സംശയമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസ്താവനകളും ഓരോ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇതുമായി ബന്ധപ്പെട്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഒരു സർക്കാരിനെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് എന്ന് മറന്നു പോകരുത് എന്നാണ് ഓർമ്മപ്പെടുന്നത്. കാരണം ഒരു വ്യക്തതയില്ലാതെ കേരളം പോലെയുള്ള ഫുട്ബോളിന് ഏറെ ഇഷ്ടപ്പെടുന്ന സന്തോഷ് ട്രോഫിയൊക്കെ നിരവധി തവണ നേടിയിട്ടുള്ള വലിയ കളിക്കാരെ സംഭാവന ചെയ്ത ഒരു സംസ്ഥാനത്തെ മുഴുവൻ ഫുട്ബോൾ ആസ്വാദകരെയും ഇങ്ങനെ നിരന്തരം മാറ്റിപ്പറയുന്ന പ്രസ്താവനകളുമായി വരുന്നത് വളരെയധികം പ്രതിഷേധാർഹമാണ്. നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാർ സമ്മിശ്രമായാണ് ഇതിനോട് പ്രതികരിച്ചത്. മെസ്സി വരുന്നതിനെ രാഷ്ട്രീയത്തിനതീതമായാണ് സ്വീകരിക്കുന്നതെന്ന് നിലമ്പൂർ പാലേമാടുകാർ പ്രതികരിച്ചു. എന്നാൽ വിമർശനവും ശക്തമാണ്. മെസ്സി തീർച്ചയായിട്ടും കേരളത്തിൽ വേണമെന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹം. ഇതിപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടില്ല, 1 വർഷം മുമ്പ് പ്രഖ്യാപിച്ചതാണിത്. ഇതിന് കോടികൾ എത്ര ആണെങ്കിലും ഇത് സ്പോൺസർമാർ ഏറ്റെടുത്തിട്ടുണ്ട്. 1 രൂപ നമ്മൾ കേരളത്തിന് ചെലവ് വരുന്നില്ല എന്ന് നമ്മൾ അറിഞ്ഞത്. ഈ ഒരു 2 മാസം ഇനി അർജന്റീനയുടെ ടീമും മെസ്സിയും വരുന്നതിന് വേണ്ടി ഞങ്ങളിവിടെ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് മെസ്സിനെ കാണിച്ചിട്ട് വോട്ട് ചെയ്യുന്ന പറയുന്നത് എന്ത് ബാലിശമായിട്ടുള്ള കാര്യമാണ്. മെസ്സി വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇലക്ഷൻ സമയത്ത് ഇതുപോലുള്ള പ്രഖ്യാപനങ്ങൾ
പെൻഷൻ വിവാദം, ദേശീയപാത നിർമ്മാണം, ബക്രീദ് അവധി തുടങ്ങി മറ്റു വിഷയങ്ങളെക്കാൾ ചൂടുള്ള ചർച്ചയാകും നിലമ്പൂരിൽ മെസ്സിയുടെ വരവ്. ന്യൂസ് 18 മലപ്പുറം. നിലമ്പൂരിൽ പതിവ് പ്രചാരണത്തിന് അവധി കൊടുത്ത് പെരുന്നാൾ ആഘോഷത്തിലാണ് സ്ഥാനാർത്ഥികൾ. പള്ളികളും ഈദ്ഗാഹുകളും സന്ദർശിച്ചും ആശംസകൾ നേർന്നും രാവിലെ മുതൽ സ്ഥാനാർത്ഥികൾ സജീവമാണ്. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂർ മിനർവ സലഫി മസ്ജിദിലും തൃണമൂൽ സ്വതന്ത്രൻ PV അൻവർ എടക്കര പള്ളിയിലും ഈദ് നമസ്കാരത്തിൽ പങ്കെടുത്തു. പാട്ടക്കരമ്പ് ഉന്നതയിലാണ് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന്റെ പെരുന്നാൾ ആഘോഷം. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഓർമ്മ പുതുക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ബലിപെരുന്നാളിന് നമ്മുടെയൊക്കെ ഒരു ആത്മസമർപ്പണത്തിൻ്റെ ഒരു വലിയ പ്രാർത്ഥന എല്ലാവരും ചെയ്യുന്നു എന്നതാണ്. ചന്തക്കുന്നിലെ ഈദ്ഗാഹിലെത്തി LDF സ്ഥാനാർത്ഥി M സ്വരാജ് ആശംസകൾ നേർന്നു. CPM സംസ്ഥാന സമിതി അംഗം PK സൈനബയുടെ വീട്ടിലായിരുന്നു സ്ഥാനാർത്ഥികൾക്കും നേതാക്കൾക്കും ഉച്ചഭക്ഷണം. എല്ലാ ആഘോഷങ്ങളും ഒരുപോലെ കാണുന്ന മതേതര മനസ്സാണ് നിലമ്പൂരിൻ്റെതെന്ന് M സ്വരാജ് പറഞ്ഞു. അചഞ്ചലമായ വിശ്വാസത്തിന്റെയും എല്ലാം പ്രതീകമായി ആഘോഷിക്കുന്നതാണ്. എന്നാൽ നിലമ്പൂരിനെ സംബന്ധിച്ച് എല്ലാ ആഘോഷങ്ങളും മതനിരപേക്ഷമായ ഒരു ഉള്ളടക്കത്തോടെ എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്ന ഒരു പൈതൃകമാണ് ഇവിടെ ഉള്ളത്. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പോത്തുകല്ല് പഞ്ചായത്തിൽ പര്യടനം നടത്തി. ഉപ്പട മസ്ജിദിലെത്തിയ സ്ഥാനാർത്ഥിയെയും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനെയും പള്ളി ഭാരവാഹികൾ സ്വീകരിച്ച് പള്ളിക്കുള്ളിലേക്ക് കൊണ്ടുപോയി. വളരെ നന്നായി പോകുന്നു. എല്ലാ വിഭാഗം ആളുകളും ഞങ്ങൾക്ക് വളരെ സപ്പോർട്ടാണ്. പോസിറ്റീവായിട്ട് ആളുകൾ ചിന്തിക്കുന്നു. ഇവിടെ പ്രാർത്ഥിക്കാമെന്ന ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഉറപ്പ് നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉസ്താദൊക്കെ നമുക്ക് വളരെ വേണ്ടപ്പെട്ടാണ്. ഉസ്താദ് നല്ലൊരു പ്രഭാഷകനാണ്. ഞങ്ങൾ പല വേദികളിലും പങ്കെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 നിലമ്പൂർ. പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തും ആശംസകൾ കൈമാറിയുമാണ് വിശ്വാസ സമൂഹം പെരുന്നാളിനെ വരവേറ്റത്. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച തിരുവനന്തപുരം പാളയം ഇമാം ഒരു മതവും ഭീകരതയെ അംഗീകരിക്കില്ലെന്ന് പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു. പങ്കിടലിന്റെയും സ്നേഹത്തിന്റെയും ദിനം, സഹനത്തിന്റെ പകരം വയ്ക്കാനില്ലാത്ത സമർപ്പണം. മക്കയിലെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തി കൂടിയാണ് വലിയ പെരുന്നാൾ. സംസ്ഥാനത്തെ വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിലുമായിരുന്നു പെരുന്നാൾ നമസ്കാരം. തിരുവനന്തപുരം പാളയം ജമാ മസ്ജിദിൽ നടന്ന പ്രാർത്ഥനകൾക്ക് ഇമാം VP സുഹൈബ് മൗലവി നേതൃത്വം നൽകി. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച പാളയം ഇമാം പഹൽഗാമിൽ കൊല്ലപ്പെട്ട സയ്യിദ് ആദിൽ അടക്കമുള്ള 26 പേർ മതപരമായി രാജ്യത്തെ തകർക്കാൻ കഴിയില്ല എന്നതിന്റെ തെളിവാണെന്ന് പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു. പാകിസ്ഥാന് തിരിച്ചടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂർ പ്രശംസനീയമാണ്. ഭീകരതയ്ക്കെതിരെ നടന്ന സൈനിക നടപടിയും ഏറെ പ്രശംസനീയമാണ്. അക്രമങ്ങൾക്കെതിരെ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടാണെന്ന് വിളിച്ചു പറയാൻ ഈ സൈനിക നടപടികൾക്കായി എന്നുള്ളതാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സൈനികർക്കും ആദരവോടുകൂടി നാം നന്ദി അർപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, വഖഫും ഗാസയും പെരുന്നാൾ സന്ദേശത്തിൽ പരാമർശിക്കപ്പെട്ടു. മനുഷ്യാവകാശ നിയമങ്ങളെ ഒന്നടങ്കം പുച്ഛിച്ചു തള്ളിക്കൊണ്ടും അന്താരാഷ്ട്ര നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടും ലോക ഭൂപടത്തിൽ നിന്ന് ഫലസ്തീനെ തുടച്ചു നീക്കാനാണ് ഇസ്രായേൽ തകൃതിയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം തടഞ്ഞുകൊണ്ടും അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും പട്ടിണിക്കിട്ടുകൊണ്ടും ക്രൂരത മുന്നോട്ട് നീങ്ങുകയാണ് സഹോദരങ്ങളെ. അതിനാൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഫലസ്തീനികൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. സയ്യിദ് അഹമ്മദുൽ കബീർ അൽ ബുഖാരിയുടെ നേതൃത്വത്തിലായിരുന്നു മലപ്പുറം മഅ്ദിൻ ഗ്രാൻഡ് മസ്ജിദിലെ പെരുന്നാൾ നമസ്കാരം. എറണാകുളം ചക്കരപ്പറമ്പിന് സമീപം നടന്ന ഈദ്ഗാഹിന് അറഫ മസ്ജിദ് ഖദീബ് ഇസ്ഹാഖ് അസരി നേതൃത്വം നൽകി. ഈ ലോകത്തിന്റെ മുന്നിൽ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഈ സുന്ദരമായ സന്ദേശത്തെ ദളിതനും ആദിവാസിയും മുസ്ലിമും അമുസ്ലിമും ഉയർന്നവരും താഴ്ന്നവരും എന്ന സമൂഹം വേർതിരിക്കപ്പെട്ട ആളുകളല്ല. പ്രപഞ്ചനാഥന്റെ മുന്നിൽ മനുഷ്യരാണ്, ഏകോദര സഹോദരന്മാരാണ് എന്ന വലിയ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് ഈ പെരുന്നാളിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അതിരാവിലെ പുത്തൻ ഉടുപ്പിട്ടെത്തിയ വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് പരസ്പരം ആശംസകൾ കൈമാറിയും സെൽഫിയെടുത്തും സന്തോഷം പങ്കിട്ടു. ഒത്തുചേരലിന്റെ നിമിഷങ്ങളായിരുന്നു പിന്നീട്. ബന്ധുവീടുകൾ സന്ദർശിച്ചും സൗഹൃദം പുതുക്കിയും പ്രായഭേദമന്യേ പെരുന്നാൾ ആഘോഷമാക്കുകയാണ് ഓരോരുത്തരും. വിവിധ ബ്യൂറോകൾക്കൊപ്പം
ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഹജ്ജിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയായി. പ്രതീകാത്മക കല്ലെറിയൽ കർമ്മം നിർവഹിച്ച് ഹാജിമാർ മടങ്ങി. 10 ലക്ഷത്തിലേറെ ഹാജിമാരാണ് പ്രാർത്ഥനയ്ക്കെത്തിയത്. ജീവിതത്തിലെ സകലതും ദൈവത്തിന് സമർപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് തലമുടി മുണ്ഡനം ചെയ്താണ് മടക്കം. തിന്മകളെ അകറ്റി തീർത്ഥാടകർ മടങ്ങുമ്പോൾ കുഞ്ഞിനെ പോലെ പരിശുദ്ധിയുള്ള മനുഷ്യനാവും എന്നാണ് വിശ്വാസം. ദൈവത്തിനു വേണ്ടിയുള്ള ത്യാഗത്തിന്റെ സ്മരണകളിലൂടെയാണ് ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും. രാജ്ഭവനിലെ ഭാരതാംബ വിവാദത്തിൽ മന്ത്രി പി പ്രസാദിനെതിരെ പ്രതിഷേധം തുടർന്ന് BJP. നൂറനാട്ടെ വീടിന് മുന്നിലായിരുന്നു പ്രതിഷേധം. മാർച്ച് CPI പ്രവർത്തകർ തടഞ്ഞത് സംഘർഷത്തിനും ഇടയാക്കി. CPIക്കും CPMനും ഇക്കാര്യത്തിൽ ഒരേ നിലപാടാണുള്ളതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇന്നലെ പി പ്രസാദിന്റെ ചേർത്തലയിലെ ഓഫീസ്, ഇന്ന് കായംകുളം നൂറനാട്ടെ വീട്ടിലേക്കായിരുന്നു BJP പ്രതിഷേധം. വീടിനു മുന്നിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് വിളക്ക് കൊളുത്താനായിരുന്നു നീക്കം. എന്നാൽ CPI പ്രവർത്തകർ സംഘടിച്ചെത്തിയതോടെ കാര്യങ്ങൾ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങി. നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നായിരുന്നു പി പ്രസാദിന്റെ പ്രതികരണം. ഞങ്ങൾ പറയുന്നത് രാജ്യസ്നേഹത്തിന്റെ ആണോ ദേശസ്നേഹത്തിന്റെ ആണോ ദേശീയ പതാക, അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ചിഹ്നങ്ങൾ, ബിംബങ്ങൾ, അടയാളങ്ങൾ. അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ നിൽക്കും എന്നുള്ള ഒരു സന്ദേശം കേരളം കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പരിപാടി സംഘടിപ്പിച്ചത്. ഗവർണറോട് CPMന് മൃദു സമീപനമാണെന്ന ആരോപണം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളി. അത്തരം വാദങ്ങൾ അസംബന്ധമാണ്. രാജ്ഭവനിൽ സംഭവിച്ച കാര്യങ്ങളെ CPM ശക്തമായി എതിർക്കുന്നതായും ഇന്നും ആവർത്തിച്ചു. രാജ്ഭവൻ ഒരു RSS കേന്ദ്രമാക്കി ഉപയോഗിച്ച് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഗീയവൽക്കരണത്തിന്റെ ഭാഗമാക്കി ഉപയോഗിക്കാൻ പാടില്ല. വിഷയത്തിൽ CPI നിലപാട് ശക്തമാക്കുകയാണ്. ഭാരതാംബ എന്നാൽ ജനങ്ങളാണെന്ന നെഹ്റുവിന്റെ ആശയം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഓർമ്മിപ്പിച്ചു. ഭാരതമാതാവിന്റെ പ്രതീകം ദേശീയ പതാകയാണെന്ന് പ്രഖ്യാപിച്ച് പാർട്ടി ബ്രാഞ്ചുകളിൽ ദേശീയ പതാക ഉയർത്തി വൃക്ഷത്തൈകൾ നട്ടായിരുന്നു CPI പ്രതിഷേധം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. നടനും BJP നേതാവുമായ G കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസ്. കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് കേസെടുത്തത്. മകൾ ദിയ കൃഷ്ണയും പ്രതിയാണ്. എന്നാൽ പണം തട്ടിയെടുത്തുവെന്ന് ജീവനക്കാർക്കെതിരെ നേരത്തെ കൃഷ്ണകുമാറും ദിയയും പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ 3 ജീവനക്കാർക്കെതിരെയും ഒരു ജീവനക്കാരിയുടെ ഭർത്താവിനെതിരെയും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തനിക്കും മകൾക്കുമെതിരായ തട്ടിക്കൊണ്ടുപോകൽ കേസ് വ്യാജമാണെന്ന് കൃഷ്ണകുമാറും ദിയയും പ്രതികരിച്ചു. ഇവരുടെ സ്ഥാപനമുണ്ട് OY OC എന്ന് പറഞ്ഞ്, അത് ഒരു ജ്വല്ലറി ബിസിനസ്സാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്ത 3 കുട്ടികൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് QR കോഡിൽ തിരിമറി നടത്തിയിട്ടാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഈ 3 കുട്ടികളും അതിൽ 2 പേര് കല്യാണം കഴിച്ചവരാണ്. അവരുടെ ഭർത്താക്കന്മാരുൾപ്പെടെ ഇവരുടെ ഫ്ളാറ്റിൽ വന്നിട്ട് ഞങ്ങൾ സെറ്റിൽമെന്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ ചെറിയൊരു സംഖ്യയുമായിട്ടാണ് വന്നത്. അപ്പോൾ ഇവരിന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവർ സമ്മതിച്ചിട്ട് പറഞ്ഞു, ദയവ് ഇതിനി റിപ്പോർട്ട് ചെയ്യരുത്, ഞങ്ങളുടെ കുടുംബത്തിന്റെ മാനം പോകും. അത് കഴിഞ്ഞ് അവർ ഈ ഓഫീസിലേക്കാണ് വരുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ സംസാരം ഒന്ന് കടുപ്പിച്ചപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇതിനിടയ്ക്ക് ബാങ്ക് വഴി അന്വേഷിച്ചപ്പോഴത്തേക്ക് 69 ലക്ഷം രൂപയാണ് ഇവർ QR കോഡ്, അതായത് ബാങ്ക് രേഖകളിലൂടെ ഇവർ തട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവർ കുറേയൊക്കെ ആദ്യം സമ്മതിച്ചില്ല, പിന്നീട് ഇവർ സമ്മതിച്ചു തുടങ്ങി. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവിടെ ഒരു കുട്ടിയുടെ ഭർത്താവ് ഇവിടെ നിന്ന് പുറത്തുപോയി ഒരു 3 മണിക്കൂറിനകത്ത് തിരിച്ചു വരുന്നു. 8,82,000 രൂപ ക്യാഷ് ആയിട്ട് കൊണ്ടിരുന്നു. അന്ന് രാത്രിയോ എൻ്റെ അടുത്ത ദിവസം രാത്രിയോ മകളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നു, ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു പൈസ തരാൻ, ഇനി ഞങ്ങളെ മേലിൽ വിളിക്കരുത്, വിളിച്ചാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. സ്ഥാപനത്തിലെ ജീവനക്കാരികൾ പണം തട്ടിയതിന്റെ രേഖകളും കൃഷ്ണകുമാറും ദിയ കൃഷ്ണയും വാർത്താസമ്മേളനത്തിൽ പുറത്തുവിടുകയുണ്ടായി. ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിവരം ഞാൻ ഇവരെയാണ് വിളിച്ച് ഏറ്റവും കൂടുതൽ അറിയിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇന്ന് വയ്യ, ഞാൻ ഹോസ്പിറ്റലിലാണ്, നിങ്ങളെ വിശ്വസിച്ചെല്ലാം ഏൽപ്പിക്കുകയാണ്, ഇന്ന് എത്ര രൂപ വന്നു എന്നുള്ളതെല്ലാം എനിക്ക് ഈവനിങ് ആകുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാണ് ഞാൻ പോകുന്നത്. എനിക്ക് പൈസ പോയതിനേക്കാൾ വിശ്വാസവഞ്ചനയുടെ അതിൻ്റെ ഒരു വേദനയാണ് കൂടുതലുള്ളത്. ഈ ത്രെട്ടൻ ചെയ്യുന്ന പോലെ ഒരാളുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് സംസാരിച്ചു. നമ്മളിത് കേസ് കൊടുത്തു എന്നെന്തോ അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നടപടി നമ്മൾ അതായിട്ട് തന്നെ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല പറ്റത്തില്ല, ഒരു പേപ്പറിൽ മര്യാദയ്ക്ക് എഴുതി തരണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പൈസയും തിരിച്ചു തരത്തില്ല എന്ന് പറഞ്ഞു. ഇവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുന്നില്ല. അതല്ല അവിടെ എടുത്ത പൈസ ഇരിക്കട്ടെ, പിന്നെ നിങ്ങൾ ഈ
അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത പൈസ ഇല്ലേ അത് ആരുടെ അക്കൗണ്ടിൽ? ശരി, നിങ്ങൾക്ക് ഏകദേശം ധാരണയില്ല അല്ലേ? 3 ലക്ഷം വരെ ഓർമ്മയുള്ളൂ. ഒരു 10-15 ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിലോ റെക്കോർഡ് സംസാരിക്കുകയായിരിക്കും. വന്നാലെത്തി കണക്ക് പ്രകാരം വന്നാൽ നിന്നെത്തി. അപ്പൊ നമുക്ക് എടുത്തിട്ടെന്ന് പറയാൻ പറ്റുന്നില്ലേ? നിങ്ങൾ എന്ത് ചെയ്യും പൈസ? അല്ല ഞാൻ കണക്ക് എത്തിച്ചാൽ കണക്ക് മാറ്റി പറയല്ലേ, ഇവിടെ കിട്ടുന്നത് കേട്ടോ. സാമ്പത്തിക തിരിമറി നടത്തി 69 ലക്ഷം രൂപ തട്ടിച്ച സ്ഥാപനത്തിലെ 3 ജീവനക്കാരികൾക്കെതിരെയും മറ്റൊരാൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇതിന്റെ വൈരാഗ്യത്തിലാണ് കൃഷ്ണകുമാറിനും ദിയ കൃഷ്ണയ്ക്കുമെതിരെ പരാതി കൊടുത്തത് എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. സാരംഗ് സുധാകരൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, ഈ സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തിരിമറിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃഷ്ണകുമാർ പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ കൃഷ്ണകുമാറിനെതിരെ പരാതി നൽകിയവർ അവരെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ ഈ കേസ്? നിലവിൽ കൃഷ്ണകുമാർ നൽകിയ പരാതിക്ക് കൗണ്ടർ കേസ് എന്നുള്ള രീതിയിലായിരുന്നു ഈ ജീവനക്കാർ പരാതിയുമായിട്ട്, അതായത് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ പരാതി നൽകിയത്. ഇതിൽ കാര്യമായിട്ട് പറയുന്നത് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ ഗർഭിണിയായിരുന്ന സമയത്ത് ഈ സ്ഥാപനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. ആ സമയത്ത് QR കോഡ് ഉപയോഗിച്ച് സ്ഥാപനത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തേണ്ട പണം QR കോഡ് തിരിമറി നടത്തി സ്വന്തം അക്കൗണ്ടിലേക്ക് പൈസ എത്തുന്ന രീതിയിൽ തിരിമറി കാണിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ തിരിമറി കാണിച്ചു എന്നത് പിന്നീട് ഓഡിറ്റിംഗ് നടത്തുന്ന സമയത്ത് ഓഡിറ്റർ കണ്ടെത്തുകയായിരുന്നു. അങ്ങനെയാണ് ഇവർ ഈ കുടുംബം കൃഷ്ണകുമാറും ദിയയും ഈ കാര്യം അറിയുന്നതും ഇത്തരത്തിൽ ഇവരെ ജീവനക്കാർക്കെതിരെ പരാതി നൽകുന്നു, ഇത്തരത്തിൽ വലിയൊരു തിരിമറി നടത്തി എന്നുള്ളത്. അതിനു മുൻപ് തന്നെ ഇവർ സെറ്റിൽമെന്റിന് വേണ്ടി വിളിപ്പിക്കുകയും അത്തരത്തിൽ സംസാരമുണ്ടാവുകയും ഉടൻ തന്നെ വലിയൊരു തുക 8 ലക്ഷത്തോളം രൂപ ഇവർ എത്തിക്കുകയും ഈ പരാതിയുമായി മുന്നോട്ട് പോകരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. പക്ഷേ ഇതിലധികം തുക ഇവരുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ സമയത്താണ് ഇവർ അങ്ങനെയല്ല, ഇത് പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന കുടുംബം അറിയിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഗർഭിണിയായ ദിയയെയും ഒപ്പം കുടുംബത്തെയും ഭീഷണിപ്പെടുത്തിയിരുന്നു. ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും അത്തരത്തിൽ കേസുമായി പിന്നീട് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ സെറ്റിൽമെന്റ് വിളിച്ച സമയത്ത് ഭീഷണിപ്പെടുത്തുകയും കെട്ടിയിട്ടു അതേപോലെ സ്ത്രീത്വത്തെ അപമാനിച്ചു ഭീഷണിപ്പെടുത്തി എന്ന രീതിയിൽ പരാതി നൽകി അത്തരത്തിൽ പോലീസ് പരാതി നൽകുന്നത്. ഇങ്ങനെയാണ് ഈ 2 പരാതികളും പോലീസിന് മുന്നിലേക്ക് എത്തുന്നത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴും കൃഷ്ണകുമാറിന് മോശപ്പെട്ട രീതിയിൽ അനുഭവം ഉണ്ടായി എന്ന രീതിയിലും ഇപ്പോൾ അദ്ദേഹം നമ്മോട് പ്രതികരിച്ചിരുന്നു. അതായത് താൻ മുൻവൈരാഗ്യമുള്ള രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ തന്നോട് പെരുമാറി ഇത്തരത്തിലൊരു തനിക്കെതിരെ ഒരു ഗൂഢമായ നീക്കം നടക്കുന്നുണ്ട് എന്ന തരത്തിലൊക്കെയാണ് ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം വന്നിട്ടുള്ളത്. പരാതിക്കാർ ഈ പരാതിയുമായിട്ട്, അതായത് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായിട്ടും അവരും ഇത്തരത്തിലൊരു സ്ത്രീത്വത്തെ അപമാനിച്ചു, ഇത്തരത്തിൽ അവരെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള പരാതിയുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. 2 കേസുകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് ഈ കേസ് രേഖപ്പെടുത്തിയത് കോടതി അവധിയുള്ള സമയത്താണ്. ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസ് എടുത്തിട്ടുണ്ട്. കോടതിയെ സമീപിക്കാൻ നിലവിൽ സാധ്യമല്ല. ആ സമയത്താണ് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇക്കാര്യം ബോധിപ്പിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിയെ ഈ കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകുമെന്ന രീതിയിലുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ജി കൃഷ്ണകുമാർ നമ്മോടൊപ്പം വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം PMGയിൽ TVS സ്കൂട്ടർ ഷോറൂമിൽ തീപിടുത്തം. 100ഓളം സ്കൂട്ടറുകൾ ഷോറൂമിലുണ്ടായിരുന്നു. 2 മണിക്കൂറോളം തീ പടർന്നു. പുലർച്ചെ 4 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. പുലർച്ചെ 4 മണിയോടെയാണ് തിരുവനന്തപുരം PMGയിലെ ലൂർദ് പള്ളിക്ക് സമീപമുള്ള TVSന്റെ ഷോറൂമിൽ ഇത്തരത്തിലൊരു തീപിടുത്തമുണ്ടായത്. തൊട്ടടുത്ത കടകളിലെ സെക്യൂരിറ്റി ജീവനക്കാരാണ് ഈ തീപിടുത്തം അഗ്നിരക്ഷാ സേനയെ ആദ്യം തന്നെ അറിയിക്കുന്നത്. 5ഓളം യൂണിറ്റുകൾ ഇവിടെ എത്തിയതിനു ശേഷമാണ് തീ അണയ്ക്കാൻ സാധിച്ചത്. തീപിടുത്തം പ്രധാനമായും ഉണ്ടായത് ഈ കെട്ടിടത്തിന്റെ മുകൾ വശത്തു നിന്നും താഴേക്കായിരുന്നു തീപിടുത്തം ഉണ്ടായെന്നാണ് തുടക്കത്തിൽ ഇവിടെ എത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ പറയുന്നത്. സർവീസ് നടത്തുന്ന ഭാഗത്തേക്കും അതേപോലെ തന്നെ സെയിൽസിന്റെയും സർവീസ് പാർട്സുകൾ സൂക്ഷിച്ച ഭാഗങ്ങളിലേക്കും തീ പടരുകയായിരുന്നു. ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് സർവീസ് പാർട്സുകൾക്കാണ്. ഈ ആക്സസറീസും മറ്റും സൂക്ഷിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ തീ വളരെയധികം പടരുകയും ഈ വസ്തുക്കളെല്ലാം തന്നെ കത്തി നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സർവീസിന് വേണ്ടി എത്തിച്ച റിപ്പയറിനും സർവീസിനും വേണ്ടി എത്തിച്ച വാഹനങ്ങൾ കത്തി നശിച്ചു. അതുപോലെ തന്നെ ഭാഗികമായി കേടുപാടുകളുണ്ടായി. ഒപ്പം ഈ പുതിയതായി സെയിൽസിന് കൊണ്ടുവന്ന വാഹനങ്ങൾ, അകത്ത് നിർത്തിയിട്ട വാഹനങ്ങൾ, ഇവയിൽ പലതിനും സമ്പൂർണ്ണമായും കത്തി നശിച്ചതുകൊണ്ട് ചിലത് ബോഡി പാർട്സ് മാത്രം തീപിടിച്ച് ഉരുകിയ അവസ്ഥയിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് നിലവിലുള്ളത്. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് 2 മണിക്കൂറോളം നീണ്ടുന്ന തീപിടുത്തത്തിൽ PMGയിലെ TVS ഷോറൂമിന് ഉണ്ടായിട്ടുള്ളത്. ക്യാമറാമാൻ ബിബിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം.
10 പേരെ വിവാഹം ചെയ്ത് മുങ്ങിയ യുവതി തിരുവനന്തപുരത്ത് പിടിയിലായി. എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശി രേഷ്മയാണ് ആര്യനാട് പോലീസിന്റെ പിടിയിലായത്. ഓൺലൈനായി വിവാഹ പരസ്യം നൽകി വിവിധ ജില്ലകളിലായാണ് തട്ടിപ്പ് നടത്തിയത്. പുതിയ വിവാഹത്തിന് തൊട്ടുമുൻപാണ് കുടുങ്ങിയത്. ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകിയും സിനിമയെ വെല്ലുന്ന കഥകൾ മെനഞ്ഞുമായിരുന്നു തട്ടിപ്പ്. കാഞ്ഞിരമറ്റം സ്വദേശിനിയായ രേഷ്മ ഇതിനോടകം വിവാഹം ചെയ്ത് കബളിപ്പിച്ചത് 10 പേരെ. അടുത്ത വിവാഹത്തിന് തയ്യാറെടുക്കവെയാണ് പിടിയിലായത്. 45 ദിവസം മുൻപ് വിവാഹം കഴിച്ചയാളെ കബളിപ്പിച്ചാണ് രേഷ്മ തിരുവനന്തപുരത്തുള്ള പഞ്ചായത്ത് അംഗവുമായി വിവാഹത്തിന് തയ്യാറായത്. അടുത്ത മാസം തിരുവനന്തപുരം സ്വദേശിയായ മറ്റൊരാളുമായി വിവാഹവും നിശ്ചയിച്ചിരുന്നു. രേഷ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പ്രതിശ്രുത വരനും ബന്ധുവും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് പുറത്തായത്. വിവാഹ പരസ്യം നൽകുന്ന ഗ്രൂപ്പിൽ പഞ്ചായത്ത് അംഗം രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് മെയ് 29-നാണ് ആദ്യ കോൾ വന്നത്. യുവതിയുടെ അമ്മയാണെന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീ രേഷ്മയുടെ നമ്പർ യുവാവിന് കൈമാറി. തുടർന്ന് ഇരുവരും പരസ്പരം സംസാരിച്ചു. ജൂൺ 4-ന് കോട്ടയത്ത് മാളിൽ വെച്ച് ഇരുവരും കണ്ടു. തന്നെ ദത്തെടുത്തതാണെന്നും വിവാഹം നടത്തുന്നതിൽ അമ്മയ്ക്ക് താൽപര്യമില്ലെന്നും ഉപദ്രവിക്കാറുണ്ടെന്നും രേഷ്മ യുവാവിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഇതോടെ വിവാഹം നടത്താമെന്ന് യുവാവ് ഉറപ്പു നൽകി. 5-ന് വൈകിട്ട് തിരുവനന്തപുരം വെമ്പായത്തെത്തിയ യുവതിയെ യുവാവ് കൂട്ടിക്കൊണ്ടുപോയി സുഹൃത്തിന്റെ വീട്ടിൽ താമസിപ്പിച്ചു. എന്നാൽ യുവതിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നുകയായിരുന്നു. രേഷ്മയുടെ ബാഗ് പരിശോധിച്ചതോടെയാണ് മുൻ വിവാഹങ്ങളുടെ രേഖ കണ്ടെത്തിയത്. പിന്നാലെ പോലീസിൽ പരാതി നൽകി. പ്രതി കൂടുതൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നു. 30-കാരിയായ രേഷ്മയ്ക്ക് 2 വയസ്സുള്ള കുഞ്ഞുമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം കടയ്ക്കലിൽ യുവാവിന്റെ മരണം പേവിഷബാധയേറ്റെന്ന് സ്ഥിരീകരണം. കുറ്റിക്കാട് സ്വദേശി ബൈജുവാണ് മരിച്ചത്. ബൈജു വാക്സിൻ എടുത്തിരുന്നില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. കടുത്ത ശ്വാസം മുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ബൈജുവിനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഗുരുതരാവസ്ഥ കണക്കിലെടുത്ത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും ബൈജു തയ്യാറായില്ല. രാത്രിയോടെ സ്ഥിതി വഷളായി. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് പേവിഷബാധയേറ്റാണ് മരണമെന്ന് കണ്ടെത്തിയത്. 6 മാസം മുൻപ് ബൈജുവിന് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. അന്ന് വാക്സിൻ എടുത്തിരുന്നില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. ബൈജുവുമായി സമ്പർക്കമുണ്ടായിരുന്നവരോടും ഇൻക്വസ്റ്റ് നടത്തിയ ഉദ്യോഗസ്ഥരോടും വാക്സിൻ എടുക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC മുൻ അധ്യക്ഷനുമായ തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം അല്പസമയത്തിനകം തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. KPCC ആസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, മന്ത്രിമാർ, മറ്റ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് അയ്യപ്പ സേവാ സംഘം ആസ്ഥാനത്തും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. ഇന്ദിരാഭവനിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന അനുസ്മരണ യോഗം ഉച്ചയ്ക്ക് ശേഷം നടക്കും. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ ദുരന്തത്തിന് പിന്നാലെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ രാജിവെച്ചു. സെക്രട്ടറി, ട്രഷറർ എന്നിവരാണ് രാജിവെച്ചത്. ദുരന്തത്തിന് കാരണമായ ഗേറ്റ് മാനേജ്മെന്റും ക്രൗഡ് മാനേജ്മെന്റും തങ്ങളുടെ ഉത്തരവാദിത്തമല്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. RCB മാർക്കറ്റിംഗ് മേധാവി, ഇവന്റ് മാനേജ്മെന്റ്, DNA പ്രതിനിധികൾ എന്നിവരടക്കം 4 പേരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. KSA ഭാരവാഹികൾ ഒളിവിൽ പോയെന്നും പോലീസ് വ്യക്തമാക്കി. പിന്നാലെയാണ് രാജ്യം അറിയിച്ച് കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി A. ശങ്കർ, ട്രഷറർ ES ജയറാം എന്നിവർ പ്രസ്താവന ഇറക്കിയത്. ആഘോഷങ്ങൾ നടത്താൻ RCB ആണ് അനുമതി തേടിയതെന്നും ദുരന്തത്തിനിടയാക്കിയ ഗേറ്റ് മാനേജ്മെന്റും ക്രൗഡ് മാനേജ്മെന്റും അസോസിയേഷന്റെ ഉത്തരവാദിത്തമല്ലെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. RCBയുടെ സോഷ്യൽ മീഡിയ ക്ഷണത്തെ തുടർന്നാണ് ലക്ഷക്കണക്കിന് ആളുകൾ എത്തിയതെന്നും തിരക്ക് രൂക്ഷമായതെന്നും ആരോപണവുമുണ്ട്. അതേസമയം സംഭവത്തിൽ വിരാട് കോഹ്ലിക്കെതിരെ കർണാടക ആക്ടിവിസ്റ്റും സർക്കാരിനെതിരെ BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. കോഹ്ലി ദുരന്തത്തിന് കാരണമാകും വിധം ജനക്കൂട്ടം സൃഷ്ടിച്ചു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് കർണാടക ആക്ടിവിസ്റ്റ് HM വെങ്കിടേഷിന്റെ പരാതിയിൽ പറയുന്നത്. IPL ഒരു കായിക ഇനമല്ല, മറിച്ച് ക്രിക്കറ്റ് കളിയെ മലിനമാക്കിയ ഒരു ചൂതാട്ടമാണ്. ഇത്തരം ചൂതാട്ടത്തിൽ പങ്കെടുക്കുകയും ആളുകളെ സ്ഥലത്ത് ഒത്തുകൂടാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അതാണ് ദുരന്തത്തിന് കാരണമായത്. അതിനാൽ വിരാട് കോഹ്ലിയെയും അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളെയും പ്രതികളാക്കി നടപടിയെടുക്കണമെന്നും പരാതിയിൽ പറയുന്നു. എന്നാൽ പരാതിയിൽ പോലീസ് ഇതുവരെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ദുരന്തവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായ കേസിന്റെ കീഴിൽ ഈ പരാതിയും പരിഗണിക്കുമെന്ന് ബംഗളൂരു പോലീസ് അറിയിച്ചു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, ആഭ്യന്തരമന്ത്രി G. പരമേശ്വര എന്നിവർക്കെതിരെയാണ് BJP പരാതി നൽകിയത്.
പോലീസിന് വേണ്ടത്ര നിർദ്ദേശങ്ങൾ സർക്കാർ നൽകിയില്ലെന്നും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് കാര്യങ്ങൾ വഷളാക്കിയതെന്നുമാണ് ആരോപണം. സംഭവത്തിൽ ഇതുവരെ അറസ്റ്റിലായ 4 പേരെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. സ്വമേധയാ കേസെടുത്ത കർണാടക ഹൈക്കോടതി സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 10-നകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. രാജ്യത്ത് കോവിഡ് ബാധിച്ച് 4 മരണം കൂടി. കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് മരണങ്ങൾ. കേരളത്തിൽ 59കാരനാണ് രോഗം ബാധിച്ച് മരിച്ചത്. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 5755 ഇതിൽ 1806 പേർ കേരളത്തിലാണ്. സിന്ധു നദീജല കരാറിൽ ചർച്ചകൾ വീണ്ടും തുടങ്ങണമെന്ന അഭ്യർത്ഥനയുമായി വീണ്ടും പാകിസ്ഥാൻ. ജലശക്തി മന്ത്രാലയത്തിന് പാകിസ്ഥാൻ കത്തയച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള 3ാമത്തെ കത്താണിത്. ഇനിയും വെള്ളം കിട്ടിയില്ലെങ്കിൽ വിളകളെ ബാധിക്കുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ പുതിയ നീക്കം. ചർച്ചകൾക്ക് ഇല്ലെന്നും കരാർ മരവിപ്പിച്ച നടപടി തുടരുമെന്നുമാണ് ഇന്ത്യയുടെ നിലപാട്. പാകിസ്ഥാനിലെ ഭീകരവാദികൾക്ക് ഇന്ത്യ നൽകിയ മറുപടിയായ ഓപ്പറേഷൻ സിന്ദൂർ നടന്നിട്ട് 1 മാസം പിന്നിട്ടു. ഏപ്രിൽ 22-ന് 26 നിരപരാധികളുടെ ജീവനെടുത്ത ഭീകരതയ്ക്ക് ഇന്ത്യ നൽകിയ പ്രതികരണം പാകിസ്ഥാൻ എല്ലാ കാലത്തും ഓർക്കുന്നതായിരുന്നു. മെയ് 6-നും 7-നും ഇടയിലെ രാത്രിയിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണം എല്ലാ അർത്ഥത്തിലും നീതി നടപ്പാക്കലായിരുന്നു. സിന്ദൂരം സന്തുഷ്ടമായ വൈവാഹിക ജീവിതത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകം. എന്നാൽ ആ ചുവന്ന പൊട്ടിന് ഇന്ന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം വെടിമരുന്നാകുമെന്ന് അത് മായ്ച്ചു കളഞ്ഞവർ ഇന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മെയ് 7-ന് പുലർച്ചെ 1:05-ന് തീവ്രവാദ ആസ്ഥാനങ്ങളിലും പരിശീലന കേന്ദ്രങ്ങളിലും ആകാശത്തു നിന്ന് തീമഴ വർഷിച്ചപ്പോൾ അത് പാകിസ്ഥാന് ബോധ്യപ്പെട്ടു കാണും. കൊലയ്ക്ക് ശേഷം പോയി മോദിയോട് പറയാൻ സ്ത്രീകളോട് പറഞ്ഞവർക്ക് വീരപരാക്രമികളുടെ സൈന്യം പുറകെ വരുമെന്ന് കണക്ക് കൂട്ടാനായില്ല. കര, നാവിക, വ്യോമസേനകൾ കൈകോർത്തു. ഇന്ത്യയുടെ പ്രതികരണം കൃത്യവും തന്ത്രപരവുമായിരുന്നു. നിയന്ത്രണ രേഖയോ അന്താരാഷ്ട്ര അതിർത്തിയോ കടക്കാതെ ഇന്ത്യൻ സൈന്യം തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തു. 1999 ഡിസംബറിൽ നടന്ന IC-814 വിമാന റാഞ്ചലിന്റെ സൂത്രധാരൻ ജെയ്ഷെ മുഹമ്മദ് നേതാവ് അബ്ദുൾ റൌഫ് അസർ ഉൾപ്പെടെ ആക്രമണങ്ങളിൽ 100-ലധികം ഭീകരർ കൊല്ലപ്പെട്ടു. അതിൽ ഭീകരൻ മസൂദ് അസറിന്റെ 10 കുടുംബാംഗങ്ങളും ഉൾപ്പെടുന്നു. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൈബ, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകളുടെ 9 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് കൃത്യമായ ആക്രമണം നടന്നത്. ഭീകരർ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്: ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. സൈനിക രംഗത്ത് സാങ്കേതിക സ്വാശ്രയത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ ഓപ്പറേഷൻ സിന്ദൂർ ഒരു നാഴികക്കല്ലാണ്. മതം പറയിച്ച് മാറ്റി നിർത്തിക്കൊന്നാൽ ഇന്ത്യ മതാടിസ്ഥാനത്തിൽ ഭിന്നിച്ചു നിൽക്കും എന്ന് കരുതിയവർക്ക് തെറ്റി. വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖുറേഷിയും ഓപ്പറേഷൻ സിന്ദൂർ വിവരിച്ചപ്പോൾ 1700 ഭാഷകളിൽ സംസാരിക്കുന്ന ഇന്ത്യക്കാർ സൈന്യത്തെ പിന്തുണച്ച് ഒരേ സ്വരത്തിൽ വിളിച്ചു: ജയ് ഹിന്ദ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇന്ത്യൻ നേവിയുടെ ആദ്യത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് നീറ്റിലിറങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. അർനാല എന്ന് പേരിട്ടിരിക്കുന്ന കപ്പൽ ജൂൺ 18-ന് വിശാഖപട്ടണത്ത് ജനറൽ അനിൽ ചൗഹാൻ കമ്മീഷൻ ചെയ്യും. ഡോക്യാർഡിൽ അർനാല കൂടി എത്തുന്നതോടെ നാവികസേനയുടെ മൂർച്ചയേറും. ഇതാദ്യമായാണ് ഒരു ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ഇന്ത്യൻ നേവിയുടെ ആവനാഴിയിലേക്ക് എത്തുന്നത്. പേര് പോലെ തന്നെ ശത്രുവിന്റെ ഒളിച്ചെത്തുന്ന മുങ്ങിക്കപ്പലുകളെ തേടിപ്പിടിച്ച് ആക്രമിക്കുന്നവയാണ് ഈ യുദ്ധക്കപ്പൽ. ആഴം കുറഞ്ഞ മേഖലയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇവയെ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് എന്ന് വിളിക്കുന്നത്. യുദ്ധവിമാനങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ആക്രമണങ്ങൾക്കും ഇവ സജ്ജമാണ്. കൂടാതെ സമുദ്രത്തിനടിയിലെ നിരീക്ഷണങ്ങൾക്കും തെരച്ചിലിനും ASW SWC സഹായിക്കും. അർനാല എന്ന് പേരിട്ടിരിക്കുന്ന നമ്മുടെ കപ്പൽ ഇന്ത്യ തദ്ദേശീയമായാണ് വികസിപ്പിച്ചിരിക്കുന്നത്. കൊൽക്കത്തയിലെ GRSC എന്ന കമ്പനിയാണ് അർനാല നിർമ്മിച്ചത്. 77 മീറ്റർ നീളമുള്ള കപ്പലിന്റെ 80% പാർട്ടുകളും ഇന്ത്യൻ നിർമ്മിതമാണ്. മഹാരാഷ്ട്രയിലെ വാസയിലുള്ള അർനാല കോട്ടയുടെ സ്മരണാർത്ഥമാണ് കപ്പലിന് അർനാല എന്ന് പേരിട്ടിരിക്കുന്നത്. ജൂൺ 18-ന് സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ വിശാഖപട്ടണത്ത് അർനാല കമ്മീഷൻ ചെയ്യും. വൈസ് അഡ്മിറൽ രാജേഷ് പെന്താർക്കർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിന് സാക്ഷ്യം വഹിക്കും.
ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ബംഗ്ലാദേശിൽ അടുത്ത വർഷം ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് മുഹമ്മദ് യൂനുസ് ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദാംശങ്ങൾ തയ്യാറാക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വൈകുന്നതിനെതിരെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും സൈനിക തലവനും ശക്തമായ പ്രതിഷേധമുയർത്തിയിരുന്നു. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ഭവ്യ പാർവതി ചേരും.